അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുൻപിൽ. എൻ്റെ പേര് ശ്രീയക്ക്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനടുത്ത് കുറുമുളൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വീട്ടുപേര് കണ്ണാശ്ശേരി. എനിക്ക് 95 വയസ്സ് പ്രായമായ ഒരു അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഒരു മോളുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് 17 വയസ്സായപ്പോൾ 18 വയസ്സായെന്നും പറഞ്ഞാണ് എനിക്ക് ജോലിക്ക് ഞാൻ പ്രവേശിക്കുന്നത് തന്നെ. ആ ജോലിയെ തുടർന്ന് തന്നെ ഇടക്കാലങ്ങളിൽ എൻ്റെ ഇടവപ്പള്ളിയിലെ തിരുനാളിനൊക്കെ നാടകങ്ങൾ ഞങ്ങൾ പഠിച്ച് അവിടെ തിരുനാൾ അവതരിപ്പിക്കുകയായിരുന്നു. അത് എനിക്ക് ഡാൻസ് പഠിക്കണം തോന്നി, ഞാൻ ഡാൻസ് പഠിച്ചു. ആ ഡാൻസ് പഠിച്ച് പിന്നെ ഞാനൊരു ഡാൻസ് ട്രൂപ്പ് തന്നെ തുടങ്ങി. അതിന് കേരളത്തിലുള്ള മിക്കവാറും ഒരുപാട് അമ്പലമടി എല്ലാം എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പ്രോഗ്രാം നിർത്തി. അതാണ്ട് 32 വയസ്സ് വരെ അങ്ങോട്ട് ഓടി. അത് ഞാൻ ബാലപരിപാടി നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, വണ്ടി CC ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു രീതി കൂടെ വന്നപ്പോൾ എൻ്റെ വണ്ടി CC ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ബ്ലേഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ബ്ലേഡ് അങ്ങ് തുടങ്ങുമായിരുന്നു. പിന്നെ എനിക്ക് കുറേ പൈസയുടെ സാധനങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കോതമംഗലത്ത് ഒരു തേങ്ങാ കച്ചവടമൊക്കെ തുടങ്ങി. അതോട് കുറേ സമ്പത്ത് കിട്ടി. അതോടുകൂടി ഞാൻ ബ്ലേഡ് വണ്ടിക്ക് CC കൊടുക്കുന്ന ഒരു പരിപാടിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബ്ലേഡ് കമ്പനിയൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അങ്ങനെ വരുമ്പം പൈസ വാങ്ങിക്കാൻ വരുന്നത് ചിലപ്പോൾ കുപ്പിയായിട്ട് വരും. അതിപ്പോൾ ഏതിന് വേണ്ടിയിട്ട്, കാരണം അവിടെ കല്യാണത്തിന് ആവശ്യങ്ങളൊക്കെ വരുന്നതായിരിക്കാം. എന്നാലും ചിലപ്പോൾ കുപ്പി എനിക്ക് കൊണ്ട് തരും, ഞാൻ കുപ്പി അവർക്ക് കൊടുക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കൂടി. ആ സുഹൃത്തുക്കൾ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കുന്ന സ്വഭാവമായിരുന്നു. ഒരു കേസ് ബ്രാൻഡി മേടിച്ച് വെച്ചാൽ ഒരു ദിവസം 3 ദിവസം പോലും തികയാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായത്. അങ്ങനെയൊക്കെ ഞാൻ ബ്ലേഡ് കളിച്ച് നടക്കുന്ന സമയത്താണ് എനിക്ക് ഇവിടെ മൂവാറ്റുപുഴയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു റോഡ് പിന്നെ മന്ത്രിസഭ താഴെ പോവുകയാണ്, ഒരു സൊസൈറ്റിയിൽ ഓർഡർ മേടിക്കണം. അതുകൊണ്ട് എസ്റ്റിമേറ്റ് കഴിയുകയും എഞ്ചിനീയർമാർക്ക് ഞാൻ കള്ളവ് കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടെനിക്ക് ഞാൻ ദൈവത്തോട് മേലോട്ട് ചോദിച്ചു, ഇങ്ങനെ കൊണ്ട് ഇതിന് കൊള്ളാം, എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമില്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ദൈവത്തിനെതിരായിട്ട്. ആ നിമിഷം എൻ്റെ ഞരമ്പ് പൊട്ടി ഞാൻ താഴെ എൻ്റെ വണ്ടിയുടെ മുകളിലോട്ട് ഞാൻ വീഴുമായിരുന്നു. പട്ടണക്കാരിലാണ് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം 48 മണിക്കൂർ സമയം പറഞ്ഞ് അറിയിക്കാനുള്ള വേണ്ടി അറിയിച്ചോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇരുന്നു. എല്ലാവരും വന്നു, കണ്ടു, കേട്ടു. അങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഏതാനും ജീവൻ ഇനി ആദ്യം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാലെ ഞാൻ മരിച്ചില്ല. അങ്ങനെ തിരിച്ചൊക്കെ വന്നു കഴിക്കുമ്പോഴാണ് അമേരിക്കയിലെ ചേച്ചിയൊക്കെ കൂടി വന്നു കഴിഞ്ഞു ഞാനൊരു ധ്യാനം കൂടെ ഉണ്ടായ കാരണം. എൻ്റെ ചേച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, മോനെ നീ കള്ളു കുടിച്ചോ? ഞാനൊന്ന് കള്ളു കുടിച്ചിട്ടോ മണം വന്നു. മോനെ നീ കള്ളു കുടിച്ചിട്ടോ? കൊണ്ട് കള്ളു കുടിച്ചപ്പോൾ നിനക്ക് മേലാത്തല്ല, നീ മരിച്ചു പോയെന്നൊക്കെയാണല്ലോ ഞങ്ങൾ കേട്ടോ. ആ ഇരിക്കുമ്പോൾ ഇനി മോക്കാരാ, എനിക്ക് ആദ്യം കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ചേച്ചി പറഞ്ഞത് മോൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ചേച്ചി വന്നത്. അവർ വന്നു കഴിഞ്ഞ് മോൻ പറഞ്ഞിട്ട് പിള്ളേർ ഒരു ഡിവൈൻ പോയി ധ്യാനം കൂടിയിട്ട് പെണ്ണ് കാണാൻ പോകണമെന്നാണ് പറഞ്ഞത്. നിനക്കൂടെ ധ്യാനം കൂടാൻ പോരാമോ എന്ന് ചോദിച്ചു.
എന്നാൽ ശരി ഞാൻ പോരാമെന്ന് പറഞ്ഞു. കാരണം ആ ഒരു രീതിയിൽ കൂടെയാണ് ചേച്ചി മുഖാന്തരമാണ് ഞാൻ ഇവനിൽ പോയി ധ്യാനം കൊടുക്കുന്നത്. എൻ്റെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് സുഖമില്ലാതെന്ന് വെച്ചാൽ ബ്ലീഡൊക്കെ നിന്ന് പോയി. എൻ്റെ ബാങ്ക് ബാലൻസ് തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കേസ് ബ്രാൻഡ് വെച്ചാൽ മേടിച്ചു കൊണ്ട് വെച്ചാൽ 3 ദിവസം പോലും തികയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനിൽ പോയി ധ്യാനം കൂടുക, തിരിച്ചു വന്ന് എല്ലാവരും പറയും ഞാൻ മദ്യപാനം നിർത്തിയെന്ന് പറയുക. പിന്നെ ഒരു റുപ്യ വല്ലതും മേടിച്ചുകൊണ്ട് ഇച്ചിരി കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ ഇരുന്നത്. അവിടെ ചെന്ന് ഞാൻ അനിൽ ജോർജ് പറഞ്ഞ നല്ല കുമ്പസാരത്തിൽ ക്ലാസ് വരുമ്പോൾ മദ്യപാനം പാപമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ പാപത്തിൻ്റെ ക്ലാസ്സിലൂടെ മദ്യപാനത്തിൻ്റെ ക്ലാസ്സിലൂടെ വന്നു കഴിഞ്ഞപ്പം അവിടെ വെച്ചാണ് എനിക്ക് പാപമാണ് എനിക്ക് തോന്നുന്നത്. അതോടുകൂടി ഞാൻ അങ്ങനെ ഇരുന്ന് ഇതിനിടയ്ക്ക് ആന്റണി പയ്യമ്പള്ളച്ചൻ്റെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് തുടങ്ങി ഇതാണ് ജീവിക്കുന്ന ദൈവമുണ്ട്, ആരൊക്കെ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ. ഞാനൊരു കുറച്ച് തീരുമാനം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആരാധന സമയം മുഴുവൻ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ തിരുവോസ്തി കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് കൗൺസിലിന് സമയം വന്നപ്പോൾ കൗൺസിലർ എനിക്ക് ചെന്ന് ഞാൻ ഇവിടെ കണ്ടല്ലോ ബ്രദറെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മദ്യപാനം പാവമാണെന്ന് ചോദിച്ചു പറഞ്ഞു. 2 കൊല്ലത്തെ കാര്യമായിട്ടാണെങ്കിൽ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒന്നിലും ഒരു ഉറച്ച തീരുമാനം എടുക്കുക. അപ്പോൾ എനിക്ക് തീരുമാനം എടുക്കാൻ എനിക്ക് ഭയങ്കര മടി. കാരണം ഇവിടെ വരുമ്പം എൻ്റെ ചുറ്റും കുടിക്കുന്ന ബ്ലേഡ് കമ്പനിക്കാർ എൻ്റെ കൂട്ടുകാരിലൊക്കെ അങ്ങനെയുള്ള അവർ തലക്കൂട്ടി വെച്ചാലോ ദൈവത്തിനെ വെല്ലുവിളിച്ചപ്പോൾ അടി കിട്ടിയ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് മേലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ കണ്ണടച്ച് പിടിച്ച് ബ്രദർ പ്രാർത്ഥിക്കുകയില്ല. ഒരു തീരുമാനം എടുത്ത് ദൈവമേ ഞാനൊരു തീരുമാനം എടുക്കണം, ദൈവം അങ്ങനെ കാത്തോളം എന്ന് പറഞ്ഞു. ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചു. എന്നിട്ടും തിരിച്ചാൻ വരുമ്പോൾ എന്നെ ഈ സാത്താൻ കയറി. ഓ അത് ബ്രദറല്ലേ ഇങ്ങനെ ഞാൻ യേശുവിനെ തിരുവോസി കണ്ടതല്ലേ. ഉടനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ ആ തിരുവോസി കുർബാനയുടെ സമയത്ത് പറഞ്ഞു ഇത് മദ്യപാനം പാപമാണെങ്കിൽ ദൈവം എനിക്കൊരു അടയാളം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവിടെ ഒരു കാളയുടെ തലയായി യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരുന്ന ഞാൻ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരനെ അന്ന് ഞാൻ ആ വലിയും കൂട്ടിയിരുന്നത് 15 പായ്ക്ക് സിഗരറ്റ് വലിക്കായിരുന്നു. അതോടെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ വലിക്കില്ല കുടിക്കില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ അങ്ങനെ അവിടെ തിരിച്ചു പോകുന്ന ഒരു പോരിച്ചയാണ്. അത് കഴിഞ്ഞ് ഇന്ന് ആ ഒരു രീതിയിൽ കൂടെ ഞാൻ പോകുന്നു. ഇന്നും അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ശുശ്രൂഷ മേഖലയിലേക്ക് മാറുകയാണ്. പ്രിയ സഹോദരനെ ഞാൻ ധ്യാനം കൂടി തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ എൻ്റെ ഒരു അനുഭവം, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു വീട്ടിൽ പ്രാർത്ഥന മുറി തന്നെ രൂപപ്പെടുത്തിയെടുത്തു. ഞാൻ കിടന്നുകൊണ്ട് കട്ടിലെല്ലാം മാറ്റി ഒരു മുറി എടുത്തിട്ട് അവിടെ ഞാൻ ഏതാണ്ട് 1.5-2 മണിക്കൂർ സമയം എൻ്റെ പേഴ്സണൽ പ്രെയറായിട്ട് കൊണ്ട് മാറി. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലൊരു കൂട്ടായ്മ തുടങ്ങും. മാതാസ് പ്രെയർ മൂവ്മെൻറ്റ് എന്ന പേര് കൊടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മ എൻ്റെ വീട്ടിൽ തുടങ്ങി. ഡിവൈനിൽ നോക്കി ആൾക്കാർ വന്ന് ഇവിടെ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ച വൺ ഡേ പ്രോഗ്രാമൊക്കെ വെച്ച് ബാക്കിയുള്ള ശനിയാഴ്ചകളിലൊക്കെ നടന്ന് വരുന്നവർക്കെല്ലാം ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടൊക്കെ ഇരുന്നു. അത് കുറേ കാലങ്ങൾ ഞാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചൊവ്വാഴ്ച ധ്യാനമന്ദിരത്തിൽ പോവുകയും അവിടെ ഒരു പ്രാർത്ഥന തുടങ്ങുകയും അവിടുന്ന് ബഹുമാനപ്പെട്ട ജോസഫ് കുറുപ്പനരി അച്ഛനോട് ആലോചിച്ച് കുറുപ്പനരി പറഞ്ഞ് നമുക്ക് ശരിയാക്കട്ടെ നമുക്കൊരു കൂട്ടായ്മ തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തുടങ്ങി. അപ്പോൾ ആ ലെവലിൽ തന്നെ എൻ്റെ ഇടവപ്പള്ളി കൂട്ടായ്മ തുടങ്ങി. ഞങ്ങൾ കൈപ്പുഴ ഞങ്ങൾ കൊറോണയ്ക്ക് പോയി കൊറോണ കോർഡിനേറ്ററൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഒരുപാട് കൂട്ടായ്മ തുടങ്ങി. ആ മേഖല അത് കഴിഞ്ഞ് ഏതാണ്ട് ആ ഒരു സുവാൻസാ ധ്യാനമന്ദിരത്തിൽ ഏതാണ്ട് 7 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. അവിടെ കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് സോണിലേക്ക് മാറി. ആ സോണിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കേസ്യം എന്ന് പറയുമ്പോൾ 4 രൂപതയും 3 റീത്തും ചേർന്നതാണ്. അതിൻ്റെ ഇപ്പം 94 മുതൽ മത്സ്യപ്രവർത്തനയുടെ ലീഡറായിട്ട് എന്നെ അവിടെ തിരഞ്ഞെടുത്തു. അവിടെ കൺവെൻഷനൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. ഇന്നും ദൈവം ആ മേലിൽ എന്നെ ഒത്തിരി നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അനേകം മക്കൾ ഈ മദ്യപാനികൾക്ക് വേണ്ടി പലരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും മദ്യപാനം നിർത്തിയൊരു ഒത്തിരി പേരുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ അറിയാനുണ്ട്. എല്ലാം ദൈവത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള കാലവും സഹോദരങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടുതൽ ദൈവാത്മാക്കളെ നേടാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കോട്ടയം അതിരൂപതയിലെ കുറുമള്ളൂർ സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൻ്റെ വികാരിയായ ഞാൻ ഫാദർ ജോസ് തേക്ക് നിൽക്കുന്നതിൽ കൂടല്ലൂർ ഇടവാംഗമാണ്. ഈ ഇടവകയിലെ കണ്ണാശ്ശേരിയിൽ
ശ്രീയകി ചേട്ടനെ ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എനിക്ക് ഏറെ അടുത്ത് പരിചയമുണ്ട്. ഇവിടുത്തെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിലും കൈപ്പുഴ സബ് സോണിൻ്റെ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ടിരിക്കുന്നതുമായ ശ്രീയകി ചേട്ടൻ ഏറെ താല്പര്യത്തോടുകൂടി ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും തന്നെ കഴിവുള്ള വിധത്തിലെല്ലാം രാവിലെ പള്ളിയിൽ വരികയും വിശുദ്ധ ബലിയർപ്പണത്തിലേറെ ഭക്തിയോടുകൂടി പങ്കെടുക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ നടക്കുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏതാണ്ട് 2 മണിക്കൂറോളം വചന ശുശ്രൂഷയ്ക്കും ഒക്കെ ആയിട്ട് ഇവിടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ ഇടവകയുടെ ആത്മീയമായ ഉണർവിന് വേണ്ടി അദ്ദേഹം ഒത്തിരി പരിശ്രമിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ മക്കളെ സഭയോടും അല്ലെങ്കിൽ കൂടുതൽ ദൈവത്തിങ്കിലേക്കുമൊക്കെ അടുപ്പിക്കുവാനായിട്ട് അദ്ദേഹം ഏറെ ത്യാഗം ചെയ്യുന്നതായിട്ടും അതിനുവേണ്ടി അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായമൊക്കെ അപേക്ഷിച്ച് പല പ്രാവശ്യങ്ങളിലും പോകുകയും ഒക്കെ ചെയ്യുന്നത് ഏറെ അനുഭവേദ്യമായിട്ട് ഒരു പ്രാർത്ഥന അനുഭവത്തിൽ കൂടുതൽ അടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ വിവാഹം കഴിഞ്ഞ് 9 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. എൻ്റെ മോളുടെ പേര് സിനിമോൾ ശ്രീയക്ക്. നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 4th ഇയറാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ലീലാമ്മ. ഇപ്പം വിവാഹം കഴിച്ചിട്ടാണ് 32 വർഷത്തോളം ആകുന്നു. വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പം മുതൽ എൻ്റെ ജീവിത പങ്കാളി പ്ലേയിലേക്ക് നീങ്ങി. അപ്പോൾ മുതൽ മദ്യത്തിനടിമയായി തീർന്നു. എനിക്ക് ഒത്തിരി മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാതാവിനോട് എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ടായിരുന്നു. മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ ഒരു സ്വർഗത്തിലേക്ക് പോകുന്നത് ഇതാണെന്ന് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു, 41 ദിവസത്തേക്കകം എനിക്കിതിനൊരു മാറ്റം തരണമേ എന്ന്. അങ്ങനെ മൺറാട്ടുപള്ളിയിലെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിൽ നിന്ന് മാറ്റം കിട്ടി. അതോടുകൂടി ജീവിത പങ്കാളി ധ്യാനം കൂടാൻ പോയി. അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ കഴുത്തിൽ ഒരു നീല കുരുവുള്ള ഒരു കൊന്ത കഴുത്തേ കിടക്കുന്നതായിട്ട്. അപ്പം ഞാൻ ഓർത്ത്, ഈ ജീവിത പങ്കാളി ഈ കൊന്തയൊന്നും ഇടുന്ന സ്വഭാവമൊന്നുമില്ല, ഇത് ഞാനിങ്ങനെ ഓർത്ത് കിടന്നിട്ടായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ തിരിച്ച് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കണ്ട അതേ കുരുവുള്ള കൊന്ത കഴുത്തേ കിടക്കുന്നു. ഇവിടുന്ന് പോകുമ്പം കുപ്പിക്കകത്ത് മത്തി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. തിരിച്ചു വന്ന് ആ മത്തി എടുത്ത് പൊട്ടക്കിണറ്റിൽ കൊണ്ടക്കളഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. കുടുംബത്ത് ശാന്തി സമാധാനത്തോടുകൂടി ഇന്ന് ജീവിക്കുന്നു. ഞാൻ ഫാദർ ജെയിംസ് പൊങ്ങാനയിൽ പുന്നത്ര പഴയപള്ളി വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. 4 വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് പുതിയ ട്രാൻസ്ഫറാണ്, പുതിയ പള്ളിയിലേക്ക് ഞാൻ പോകാൻ തുടങ്ങുകയാണ്. ഈ അവസരത്തിൽ സിറിയക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ മകനാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ആദ്യകാലങ്ങളിൽ മദ്യപാനത്തിന് അടിമയായിരുന്നു. വീണ്ടും ദൈവിക ശുശ്രൂഷാ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വന്ന് ഞാനുമായിട്ട് ഒന്നിച്ച് ധ്യാന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും അനേക സ്ഥലങ്ങളിൽ അദ്ദേഹം ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് അനേകർക്ക് മാനസാന്തരവും അനേകർക്ക് സൗഖ്യവും നൽകിക്കൊണ്ട് അദ്ദേഹം യാത്ര തുടരുകയാണ്. ഈ ഒരു
സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യക്തികൾ കൂടുതൽ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാനായിട്ട് ഇടവരുത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഈ ഒരു മേഖലയിലേക്ക് ഇതുപോലുള്ള വ്യക്തികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് ഇതുപോലുള്ള പ്രോഗ്രാം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ഫാദർ ഫിലിപ്പ് കുറ്റിക്കണ്ടത്തിൽ വലിയകാവുങ്കൽ. തിരുവല്ല അതിരൂപതയിലെ ഒരു വൈദികനാണ്. 2011 മുതൽ പുത്തനങ്ങാടി സെൻറ് തോമസ് പാസ്റ്റർ സെൻ്ററിൻ്റെ ഡയറക്ടറായും അതുപോലെ തന്നെ നിരാലംബരും നിർധനരുമായ അമ്മമാരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച സ്നേഹഭവൻ്റെ ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയക് കണ്ണാശ്ശേരി ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ഈ ലൈനിലേക്ക് വരുന്നതിന് മുമ്പുള്ളതായ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നോട് പല പ്രാവശ്യം അയവിറക്കിയിട്ടുണ്ട്. തികഞ്ഞ ഒരു മദ്യപാനിയും അതുപോലെ തന്നെ അമിത പലിശയ്ക്ക് പണം കടം കൊടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിച്ചതായൊരു വ്യക്തി. എന്നാലേ തൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം 14 വർഷത്തോളം മക്കളില്ലാതെ കഴിഞ്ഞതായ കാലഘട്ടം കൂടിയാണ്. ഇങ്ങനെയുള്ളതായൊരു സന്ദർഭത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഒരു 8 നോയമ്പിൽ അദ്ദേഹത്തിനുണ്ടാകുകയും നിനക്ക് ഒരു മകള് ജനിക്കുമെന്നുള്ളതായൊരു സദ്വാർത്ത സിറിയക് ബ്രദറിന് കൊടുക്കുകയും ചെയ്തത്. ആ വർഷം തന്നെ അദ്ദേഹത്തിനൊരു മകൾ ജനിക്കുകയും തൻ്റെ പഴയ ജീവിതം മുഴുവനും മാറ്റി തിരുസഭയ്ക്കും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെക്കുകയുമാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സെൻറ് തോമസ് പാസ്റ്റർ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് വന്നത്. ഈ പാസ്റ്റർ സെൻ്ററിനെ ഒരു ധ്യാന കേന്ദ്രം ആക്കി മാറ്റുന്നതിനും മാസത്തിൽ 2 ധ്യാനമെങ്കിലും ഇവിടെ നടത്തത്തക്ക രീതിയിൽ ഈ സ്ഥാപനത്തെ ആക്കി തീർക്കാൻ വേണ്ടി വളരെ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ബ്രദർ സിറിയക് കണ്ണാശ്ശേരി. ഇപ്പോഴിവിടെ മാസത്തിൽ 2 ധ്യാനം തികച്ചും മദ്യപന്മാരായിട്ടുള്ള ആളുകൾക്ക് ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ഇവിടുത്തെ അന്തേവാസികളായ അമ്മമാരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമൊക്കെ ആയിട്ട് രാവിലെ 10 മണി മുതൽ 4 മണി വരെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രസംഗവും കൗൺസിലിങ്ങും ആരാധനയും ഒക്കെ ആയിട്ട് ബ്രദർ ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതസഭയ്ക്കും അതുപോലെ തന്നെ മാനവരാശിക്ക് മുഴുവനും ഒരു ഉത്തേജനം നൽകുന്നതാണ്. അദ്ദേഹം ക്നാനായ സമുദായത്തിൽപ്പെട്ട ആളാണ്. കോട്ടയം അതിരൂപത അംഗമാണ്. ഇവിടെ മാത്രമല്ല, കോട്ടയം രൂപതയുടെ തുവാനീസ ധ്യാന കേന്ദ്രത്തിലും അതുപോലെ തന്നെ നാഗമ്പടത്തെ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലും KCMൻ്റെ ആഭിമുഖ്യത്തിലുമൊക്കെയുള്ള പ്രാർത്ഥനകളിൽ, കുമരകത്ത് വെള്ളാറ ഇടവകയിലെ പ്രാർത്ഥനയോഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ഓടി നടന്ന് ക്രിസ്തുവിന് വേണ്ടി തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നതായ ബ്രദർ സിറിയക് കണ്ണാശ്ശേരിയെപ്പറ്റി ഇത്രയും ശാലോം ടീയുമായിട്ട് ഏറ്റുപറയുന്നതിന് എനിക്കൊരവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സന്തോഷ് ടി. പ്രിയപ്പെട്ടവരെ, മദ്യപാനം മൂലം ഒത്തിരിയേറെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ധാരാളം കുട്ടികളെ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും മദ്യം കഴിക്കുന്ന അപ്പനും അല്ലെങ്കിൽ അതിനോട്
പ്രതികരിക്കുന്ന അമ്മയും അറിയുന്നില്ല. ഒരു ഭവനത്തിൽ ഒരപ്പൻ അല്ലെങ്കിൽ അമ്മ, അത് അപ്പൻ മദ്യം കഴിക്കുമ്പോൾ അമ്മ അതുമായിട്ടുള്ള സംഘർഷത്തിൽ വരുമ്പോൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞിൻ്റെ വേദന നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഒരപ്പനും അമ്മയ്ക്കും അപ്പന് മദ്യം കഴിക്കാനോ അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് വഴക്കടിക്കാനോ സാധിക്കുകയില്ല. കാരണം ബൈബിളിൽ പറയുന്നൊരു വാക്കുണ്ട്, 127 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം, പില്ലാളി വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് മക്കൾ. പ്രിയപ്പെട്ടവരെ, ഒരു പപ്പായെയും അമ്മയെയും ഐക്യപ്പെടുത്തുന്നത് ഐക്യമനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ പണിതുയർത്താനായിട്ട് സാധിക്കുക. മദ്യത്തിൻ്റെ പേരിൽ ഇപ്രകാരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മമ്മിയും പപ്പായും തമ്മിൽ അകന്ന് ജീവിക്കേണ്ട അല്ലെങ്കിൽ വഴക്കും മറ്റ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് തകർക്കപ്പെടുന്നത്. പലപ്പോഴും മദ്യപാനികളായ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ധ്യാനത്തിൽ വരുമ്പോൾ അവരിൽ കാണുന്ന, കൊച്ചുകുട്ടികൾ കാണുന്ന ഒരു പ്രവണതയാണ് അമിതമായ ഭയം. കാരണം എല്ലാ ദിവസവും വീട്ടിൽ എന്തോ സംഭവിക്കുമെന്ന് അവർ കരുതുന്നു. ഒരുപക്ഷെ അവർ മിക്ക കുട്ടികളും സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, അപ്പൻ മദ്യം കഴിച്ചിട്ട് വരുന്നു, അതുമായി ബന്ധപ്പെട്ട് അമ്മ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാക്കേറ്റമുണ്ടാകുന്നു. അപ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം പരസ്പരം വിളിച്ചു പറയും. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ പിറ്റേ ദിവസം മാതാപിതാക്കളായി നമ്മളെ വഴക്കടിച്ചു മദ്യം കഴിച്ച് ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം എല്ലാം മറക്കും. പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത് കിടന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയിൽ വരുന്നുണ്ട്. അതോടൊപ്പം ടീനേജുകാരിൽ ഇതിന് നേരെ വിപരീതമായ വാശിയാണ് വരുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചോളം അവർ എന്ത് ചെയ്യുന്നു, അപ്പൻ മദ്യം കഴിച്ചു വീട് നശിപ്പിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ, ആ രീതിയിലുള്ള പ്രവണത ചില കുട്ടികൾ കാണുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ മദ്യപാനിയായ അപ്പൻ അത് മുഖാന്തരം തനിക്ക് നല്ലൊരു ഭാവി ലഭിക്കുകയില്ലെന്ന് അല്ലെങ്കിൽ തനിക്ക് നല്ലൊരു ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച് അപക്വമായ ചില ബന്ധങ്ങളിലേക്കും ടീനേജുകാർ പോകുന്നു. ഇവിടെ ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഭവനത്തിൽ മദ്യപാനം. ബൈബിളിൽ തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഉൽപ്പത്തി 19 അധ്യായത്തിൽ ലോത്തിൻ്റെ ഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോത്തെന്ന് പറയുന്ന പിതാവ് മദ്യം കഴിച്ച മുഖാന്തരം ആ ഭവനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു. ഇന്ന് നാം പോലും അറിയാതെ കേരളത്തിലെ അനേക കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ ചില ഭവനങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിക്കാൻ പ്രധാന വില്ലനായിട്ട് നിൽക്കുന്നത് മദ്യപാനമാണ്. വാസ്തവത്തിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. മദ്യം ഉള്ളിലേക്ക് വരുമ്പോൾ അപ്പൻ പൈശാചികമായിട്ട് പെരുമാറുന്നു. ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ കുടുംബത്തിലും സമൂഹത്തിലും പ്രകടമാക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്, മദ്യപാനികളായ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. നമ്മൾ മദ്യം കഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കളയരുത്. കാരണം കുഞ്ഞുങ്ങളാണ് നാളത്തെ സഭയുടെ സമ്പത്ത്. വരും കാലങ്ങളിൽ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ഇപ്രകാരം മദ്യത്തിൻ്റെ പേരിൽ അസ്വസ്ഥതയും പ്രശ്നവും കുടുംബത്തിൽ സംഭവിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകത്തില്ല. അവർക്ക് നല്ല വ്യക്തിത്വത്തോടുകൂടി സമൂഹത്തിൽ പ്രശോഭിക്കുവാനും സാധിക്കാതെ വരും. അതിനാൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ ആത്മരക്ഷയെ ഓർത്ത് മദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റിക്കളയാം, ഒഴിവാക്കാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരങ്ങളെ, ഒരു തികഞ്ഞ മദ്യപാനിയുടെ കുടുംബത്തെ അനുഭവിക്കുന്ന വേദനകൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. മദ്യപാനം പാപമാണ്. ഒരു മദ്യപാനിക്ക് സ്വർഗരാജ്യം ലഭിക്കില്ല. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാനായി ഓരോ മദ്യപാനികളും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ മദ്യപാനത്തിൻ്റെ ആസക്തി ദൈവം തന്നെ തുടച്ചു മാറ്റും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, മദ്യപാനികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും.